ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് ഒരു ഡാർക്ക് ഹണ്ടർ എന്ന് പറഞ്ഞ ക്യാമറയാണ്. അതായത് രാത്രിയെ പകൽ പോലെ, അതായത് കളർ ക്യാമറ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് വാം ലൈറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ് നമുക്ക് ആ ഒരു കളറായി കാണുന്നത്. എന്നാൽ ഇവിടെ കളറൊന്നുമില്ല, അതായത് ലൈറ്റുകളൊന്നും ഇല്ലാണ്ട് തന്നെ പകൽ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കളർ കാണാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ഹൈ ഫോക്കസിൻ്റെ 4MP നെറ്റ്വർക്ക് ക്യാമറയാണെന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുനോക്കൂ. ഈ കാണുന്നതാണ് പറഞ്ഞ ക്യാമറ, അതായത് ഹൈ ഫോക്കസിൻ്റെ 4MP നെറ്റ്വർക്ക് ക്യാമറയാണ്. ഇത് ഡാർക്ക് ഹണ്ടർ എന്ന് പറഞ്ഞ് പുതിയതായിട്ട് ഇറക്കുന്ന മോഡലിൻ്റെ ഒരു ക്യാമറയാണിത്. അതായത് പകൽ പോലെ നമുക്ക് രാത്രിയിലും കാണാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണിത്. അതായത് ഫുൾ കളറായിട്ട്, എന്നാൽ വാം ലൈറ്റൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ആ ഒരു പകൽ ഒരു ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാനിവിടെ ഈ ഒരു NVR കോൺഫിഗറേഷൻ ചെയ്ത് ഓൾറെഡി ഒരു ക്യാമറ വെച്ച്, അതായത് ഈ ഒരു ക്യാമറ വെച്ച് കോൺഫിഗറേഷൻ ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ നമ്മുടെ ഈ ഒരു ക്യാമറയിലെ പിക്ചറാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് ഒരു അത്ഭുതം ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കാണുന്നത് ഈ ഒരു വെട്ടത്തിൻ്റെ ഒരു സഹായത്തോടെയാണ്. ഇതാണ് ആ ഒരു വെട്ട ട്യൂബ് മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഈ ക്യാമറയിലെ പിക്ചർ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ഇവിടെ നമുക്ക് ഈ ഒരു മോണിറ്ററിൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു വെട്ടത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെട്ടം ഇവിടെ ഓഫ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ലൈറ്റ് ഞാനിപ്പോൾ ലൈവായിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന് കാണാം. ഇത് കണ്ടില്ലേ, വേറെ ഒന്നും കാണുന്നില്ല. അതായത് ഈ വച്ചിരുന്ന ക്യാമറ, നമ്മളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ക്യാമറ പോലും നമുക്കിവിടെ കാണുന്നില്ല. മൊത്തം ഇരുട്ട്, കുരാക്കൂരി ഇരുട്ടായി ഇവിടെ. അപ്പോൾ ഇനി ആ ഒരു മോണിറ്റർ, അതായത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മോണിറ്ററിൽ നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ആ മോണിറ്ററാണ് കാണുന്നത്. എന്ത് ക്ലാരിറ്റിയാണെന്ന് നോക്കി. അതായത് ആ പകലല്ല, അതായത് ആ വെട്ടം ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെ കാണാം, അല്ലെങ്കിൽ പകൽ എങ്ങനെ കാണുമോ അതുപോലെയൊക്കെ തന്നെ. അതായത് ആ ഒരു കളറിലൊരു വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് ആ ഒരു അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണുന്നത്. ക്യാമറ കൂടെ കാണാൻ പറ്റുന്നില്ല, ആ ഒരു ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറ കാണുന്നില്ല. ഞാൻ എൻ്റെ മൊബൈലിലെ ഫ്ലാഷ് ഓൺ ചെയ്ത് ഞാനിവിടെ കാണിച്ചു തരാം. ഒരു ക്യാമറ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു ഫ്ലാഷ് ഓൺ ചെയ്തു. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ആ ക്യാമറ. ഡാർക്ക് ഹണ്ടർ എന്ന് പറഞ്ഞ മോഡലാണത്. അപ്പോൾ ആ ഒരു ക്യാമറയുടെ ഇനി ഒന്നുകൂടി കാണിച്ചു തരാം. ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്തു, അതായത് നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു മോണിറ്ററിലേക്ക് തന്നെ വരുന്നു. ആ മോണിറ്ററിലേക്ക് വന്നിട്ട് നോക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു ക്ലാരിറ്റിയിലാണ് നമുക്കവിടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ സാധാരണ നമുക്കറിയാം ആ ഒരു വാം ലൈറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത്. കളർ ക്വാളിറ്റിയും അല്ലെങ്കിൽ കളർ കിട്ടുന്നതൊക്കെ ആ ഒരു വാം ലൈറ്റിൻ്റെ സഹായത്തോടെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ക്യാമറയ്ക്ക് ആ ഒരു ഇതില്ല. അതായത് വാം ലൈറ്റിൻ്റെ ഒരു പ്രകാശവും തന്നെ ഇല്ല. അതല്ലാണ്ട് പുറത്ത് വേറൊരു പ്രകാശവും ഇല്ല. നമുക്ക് ആകെ ഉള്ളതെന്ന് പറയാനായിട്ട് ഈ മോണിറ്ററിൻ്റെ ഒരു വെട്ടം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ അല്ലാണ്ട് വേറൊരു ഒന്നുമില്ല, മൊത്തം ഇരുട്ടായിട്ട് കാണുന്നത്. പക്ഷേ എന്നിട്ടും നമുക്കിവിടെ ഇത് കണ്ടില്ലേ, ആ ഒരു ക്ലാരിറ്റി കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റിയാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഈ മൊബൈലിലെ ഒരു ഫ്രണ്ട് ക്യാമറ എടുത്ത് പറയുകയാണെങ്കിൽ എന്നെയും നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ എൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു മോണിറ്ററിൽ കാണുന്ന ആ ഒരു ചെറിയൊരു വെട്ടത്തിൻ്റെ ഇരുത്തിരിയിലും നമ്മൾ ഇവിടെ എന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്ന എൻ്റെ ആ ഒരു പിക്ചറാണ്, അല്ലെങ്കിൽ ആ ഒരു പിക്ചറിനെയാണ്, അതായത് മൊബൈലിൽ കാണുന്ന ഈ ഒരു പിക്ചറിനെയാണ് നമ്മുടെ ആ ക്യാമറ ഇതുപോലെ ക്ലാരിറ്റിയിലാക്കി തരുന്നത്. അതായത് ഈ ഒരു പക്ക ക്ലാരിറ്റിയിലാക്കി തരുന്നത് ആ ഒരു വെട്ടത്തിലാണ്. അത്രയും വെട്ടത്തിലുള്ള നമ്മളിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ അത്രയും നല്ല ക്ലാരിറ്റിയിൽ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്യാമറ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്താൽ ക്യാമറ കാണാൻ പറ്റും. ഇതാണ് ആ ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറ, ഈ ഡാർക്ക് ഹണ്ടർ എന്ന് പറഞ്ഞ ക്യാമറകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു റെവല്യൂഷൻ ആവാൻ സാധ്യതയുള്ള ഒരു ക്യാമറയാണ്. കാരണം എത്രത്തോളം ഒരു അത്ഭുതം, ഒരു ഡാർക്ക് അതായത് ഇരുട്ട് വന്ന ആ ഒരു ഇരുട്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ്സാണ് ഏറ്റവും ഒരു വെല്ലുവിളിയായിരുന്നത് ക്യാമറയിലൊക്കെ. അതായത് ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച്, വാം ലൈറ്റ് ഉപയോഗിച്ചാണ് അതിനെ തരണം ചെയ്തിരുന്നത്. അത് തന്നെ ഹൈബ്രിഡ് ഉണ്ടാവും, അല്ലാതെ ഒക്കെ ഉണ്ടാവും. അതായത് ആ ഒരു ലൈറ്റ് കത്തിക്കിടക്കുമ്പോൾ പലർക്കും ആ ഒരു അസ്വസ്ഥത ഉണ്ടാവാം. അതായത് വാം ലൈറ്റ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ, അതായത് ചിലവർക്ക് ഒരു വീട്ടിൽ തന്നെ ബെഡ്റൂമിൻ്റെയൊക്കെ അടുത്താണെങ്കിലും അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ആ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു പ്രകാശം, ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ ഒരു ക്യാമറയോടുകൂടി, അതായത് ഈ ഒരു വാം ലൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വാം ലൈറ്റ് വേണ്ടാത്ത ഒരു ക്യാമറ, അതായത് നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പകലുപോലെ തന്നെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഇത്തരത്തിലുള്ളൊരു ക്യാമറ നമുക്ക് വന്നതോടുകൂടി നമുക്ക് ആ ഒരു പ്രകാശത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അതൊന്നും, അതായത് മോഷൻ വരുമ്പോൾ ക്യാമറ ഓൺ ചെയ്യണതും ചിലവർക്ക് അത് അത്രത്തോളം സക്സസ് അല്ല. അതായത് മോഷൻ ഡിറ്റക്ഷൻ ചെയ്യുമ്പോഴേക്കും അത് ക്യാമറ, ഹൈബ്രിഡ് ക്യാമറകളിൽ അത് ലൈറ്റ് കത്തിയിട്ട് നമുക്ക് ആ ഒരു പിക്ചർ കളറിൽ കാണാൻ പറ്റുകയും ചെയ്യും. പക്ഷേ അതും അത്രത്തോളം സക്സസ് അല്ല ഈ പറഞ്ഞ പോലെ. പക്ഷേ ഈ ഒരു ക്യാമറ അത്ര ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അതായത് ലൈറ്റിൻ്റെ ഡിസ്റ്റർബൻസും ഉണ്ട്. ഇത്തരത്തിലുള്ള കളർ രാത്രി വേണ്ട, നമുക്ക് ആ ഒരു IR വട്ടത്തിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ മതി എന്ന് പറയുന്നവർക്കുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഡാർക്ക് ഹണ്ടർ ക്യാമറകൾ. അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇതിൻ്റെ ഈ കേരളത്തിൽ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷനുള്ള സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഈ കാണുന്ന നമ്പറിൽ
വിളിക്കുകയല്ല, വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യുക. ഞാൻ അതിൻ്റെ റിപ്ലൈ അയക്കുന്നതായിരിക്കും. സോ ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.